കെ രാമൻപിള്ള അസാധാരണമായി കേരളത്തിലേക്ക് ഒരു മാസം തന്നെ 2 തവണ പ്രധാനമന്ത്രി വരാൻ നിശ്ചയിക്കുന്നു. അതിന് ഈ കൊല്ലത്തെ ബൈപ്പാസ് ഉദ്ഘാടനം വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതാണ് അദ്ദേഹത്തിന്. പക്ഷേ അവിടേക്ക് വരികയാണ്. അതിന് തൊട്ടു പിന്നാലെ ഈ മാസം അവസാനം ഒരിക്കൽ കൂടി വരുമെന്ന് പറയുന്നു. എന്തുകൊണ്ട് കേരളത്തിലൊരു സവിശേഷ ശ്രദ്ധ അദ്ദേഹം നൽകുന്നു? ഈ തുടരൻ സന്ദർശനത്തിന് പിന്നിലെ ഒളിഞ്ഞിരിക്കുന്ന താല്പര്യം എന്താണ്? നരേന്ദ്രമോദിജി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ വരവിനെ ഇത്ര ആശങ്കയോടുകൂടി നോക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അദ്ദേഹത്തിന് ഭാരതത്തിൻ്റെ ഏത് ഭാഗത്തും ഏതവസരത്തിൽ സന്ദർശിക്കാനുള്ള അവകാശമുണ്ട്, സന്ദർശിക്കുകയും ചെയ്യും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രാധാന്യം തന്നെയുണ്ട്. കൊല്ലത്ത് വരുന്ന നിസ്സാര പ്രശ്നമല്ല. കൊല്ലം ബൈപ്പാസിൻ്റെ നിർമ്മാണം കഴിഞ്ഞ 40 വർഷത്തിലേറെ കാലമായി അമർത്തി വെച്ചിരിക്കുകയായിരുന്നു. നമ്മുടെ ചർച്ചാ വിഷയം ബൈപ്പാസ് അല്ല കേട്ടോ. അതിൽ മോഡിയുടെ വരവ് അതിനാണ്. മോഡി വരുന്നത് ബൈപ്പാസ് ഉദ്ഘാടനത്തിനാണ്. അദ്ദേഹം എന്തിനു വരുന്നു എന്ന് ചോദിച്ചാൽ 40 വർഷത്തിലേറെ കാലമായി ബൈപ്പാസ് ഉദ്ഘാടനത്തിന്റെ കാര്യത്തിൽ വന്നോട്ടെ. ഞാൻ ചോദിക്കുന്നത് പീരങ്കി മൈതാനിയിൽ അല്ലല്ലോ, ഒരു നിമിഷം. പീരങ്കി മൈതാനിയിൽ NDAയുടെ വലിയ രൂപത്തിലുള്ള അണികളെ അവിടെ എത്തിച്ചുകൊണ്ട് ഓടി വരുന്നത് അദ്ദേഹം നടത്താൻ പോകുന്ന പ്രസംഗമാണ് പ്രധാനം. അദ്ദേഹം എന്ത് പ്രസംഗിച്ചു എന്നുള്ളത് നമ്മളാരും തീരുമാനിക്കേണ്ട. അദ്ദേഹം പ്രസംഗിച്ചോളൂ. അദ്ദേഹം വരുന്നത് കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനത്തിനാണ്. ഈ ബൈപ്പാസ് കഴിഞ്ഞ 40 വർഷമായി ഇരു മുന്നണി ഗവൺമെൻറ്റുകളും പൂഴ്ത്തിവെച്ചിരുന്നതാണ്. പ്രവർത്തിക്കാതെ നിഷ്ക്രിയ ഗവൺമെൻറ്റുകളാണ്. അതേസമയം ഒരു സക്രിയ ഗവൺമെൻറ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ അവർ 4 വർഷം കൊണ്ട് ആ പദ്ധതി പൂർത്തിയാക്കി. ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി തന്നെ വരുന്നു എന്നുള്ളത് തീർച്ചയായും അഭിമാനകരമായ ഒരു നടപടിയായി കാണണം. കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അദ്ദേഹത്തോട് ആദരവും ബഹുമാനവും ഉണ്ടാക്കുന്ന ഒരു നടപടിയാണ് അദ്ദേഹം സ്വീകരിച്ചത്. അതെന്തിനാണ് തമസ്കരിക്കുന്നത് മനസ്സിലാകുന്നില്ല. ഇനി പീരങ്കി മൈതാനിയിലെ പ്രസംഗം ഉണ്ടാക്കാൻ പാർട്ടിയുടെ പ്രവർത്തകരുടെ അദ്ദേഹം വരുമ്പോൾ പാർട്ടിയുടെ നേതാവ് എന്നുള്ള നിലയിൽ സമകാലിക രാഷ്ട്രീയ പ്രശ്നങ്ങൾ വിശദീകരിക്കാൻ അദ്ദേഹത്തിന് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അത് ആവശ്യമാണ്. അതിനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. പ്രധാനമന്ത്രി പണ്ട് ജവഹർലാൽ നെഹ്റു മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ പ്രധാനമന്ത്രിമാരും എല്ലാ സംസ്ഥാനങ്ങളും കേരളമടക്കം സന്ദർശിക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. മോഡിക്ക് മാത്രം അതിനുള്ള അവകാശമില്ലേ? എന്തിനാണ് അതിനെ ചോദ്യം ചെയ്യുന്നത്? എന്തിനാണ് അതിനെ സംസ്കരിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിലെ പ്രശ്നം ശ്രീ കെ രാമൻപിള്ള, മാധ്യമങ്ങളുമായുള്ള അഭിമുഖമില്ല അദ്ദേഹത്തിന്. ഞാൻ ചോദ്യം പറഞ്ഞുകൊള്ളട്ടെ സാർ. ഇപ്പോൾ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ കാലാവധി പൂർത്തിയാക്കുമ്പോൾ പോലും മാധ്യമങ്ങളെ കണ്ട് അവരുടെ എല്ലാ ചോദ്യങ്ങളെയും സ്വതന്ത്രമായി നേരിടുന്ന ഒരു പതിവ് കാട്ടാത്ത ആദ്യത്തെ ആളായാണ് ശ്രീ നരേന്ദ്രമോദിയെ വിശേഷിപ്പിക്കുന്നത്. പിന്നെ അദ്ദേഹം എവിടേക്ക് വരുന്നു? ഒന്നാമത് മാധ്യമങ്ങളെ വരുതിയിൽ നിർത്തിയുള്ള ചില സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്ന അഭിമുഖങ്ങൾക്ക് അദ്ദേഹം നിന്നു കൊടുക്കുന്നുണ്ട്. അതല്ലാതെ പിന്നെ അദ്ദേഹം പ്രധാനമായും ജനങ്ങളോട് സംവദിക്കുന്നത് ഇത്തരം പൊതുയോഗങ്ങളിൽ വന്നുകൊണ്ടാണ്, രാഷ്ട്രീയ യോഗങ്ങളിൽ വന്നുകൊണ്ടാണ്. ഇപ്പോൾ കേരളത്തിൽ അതുകൊണ്ട് ഞാൻ പറഞ്ഞ ബൈപ്പാസ് ഉദ്ഘാടനത്തിന് അദ്ദേഹം വരുന്നതോ വരാതിരിക്കുന്നതോ ആയ ആ സന്ദർശനോദ്ദേശം എനിക്കൊരു തർക്ക വിഷയമേ അല്ല. നിങ്ങൾ വലിയ രൂപത്തിൽ 3 മധ്യ കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിലെ അണികളെ മുഴുവൻ അവിടേക്ക് എത്തിച്ചുകൊണ്ട് മോദിയുടെ പീരങ്കി മൈതാനം പ്രസംഗത്തെ ഒരു മഹാസംഭവമാക്കാൻ പോവുകയാണ്. അദ്ദേഹം ഏത് ഇത്തരം പൊതുസമ്മേളനങ്ങളിൽ പോകുന്നു അത് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയം കൂടി പറയാനാണ്. കേരളത്തിൽ എന്ത് രാഷ്ട്രീയം പറയാൻ പോകുന്നു? കേരളത്തിലൊരു സവിശേഷ സാഹചര്യമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പൊതുപ്രസംഗത്തിൽ, രാഷ്ട്രീയ പ്രസംഗത്തിൽ ഒരു സവിശേഷ പ്രസക്തി ഞങ്ങൾ കാണുന്നു. അത് അദ്ദേഹത്തിൻ്റെ പ്രാധാന്യത്തെ കൂട്ടിക്കാണുകയാണ് സാർ. അതിലഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ അദ്ദേഹം പ്രസ് മീറ്റ് നടത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിയില്ല. അതിനെ സംബന്ധിച്ച് വല്ല പരാതി ഉണ്ടെങ്കിൽ അവർക്കത് ഉന്നയിക്കാം. പക്ഷേ അദ്ദേഹത്തിന് ജനങ്ങളോട് പറയാനുള്ളത് പത്രത്തിൽ കൂടെ പറയാവൂ എന്നില്ല, മാധ്യമങ്ങളിൽ കൂടി പറയാവൂ എന്നില്ല. അദ്ദേഹം പൊതുവേദി പറയുന്നു. ജനങ്ങളോടും പ്രവർത്തകരോടും പറയാനുള്ളത് അദ്ദേഹം പറയുന്നു, അതിനുള്ള വേദി ഒരുക്കുന്നു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അദ്ദേഹം എന്തിനു വരുന്നു, അദ്ദേഹം വരേണ്ട പ്രസക്തി എന്താണ്, അദ്ദേഹം എന്താണ് സംസാരിക്കുക, ഇത്തരം കാര്യങ്ങളിൽ അതൊക്കെ ഒരുതരം ഈ ഉപരിപ്ലവമായ ചിന്തകളും അഭിപ്രായങ്ങളുമാണ്. നമുക്കിത് എന്തെങ്കിലും ഒരു പുതുമയൊന്നുമില്ല. എല്ലാ കാലഘട്ടങ്ങളിലും പ്രധാനമന്ത്രിമാർ കേരളത്തിൽ വന്നിട്ടുണ്ട്, അവരുടെ അഭിപ്രായം പൊതുവേദികളിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഇപ്പോൾ BJP മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നിലപാടുണ്ട്. അത് വിശ്വാസി സമൂഹത്തെ ഈ സർക്കാർ വേട്ടയാടുന്നു എന്നതിലൂന്നിയാണ്. അങ്ങനെ വരുമ്പോൾ പ്രധാനമന്ത്രിയുടെ വരവ്, ആ വിഷയത്തെ പുരസ്കരിച്ച് അദ്ദേഹം എന്തെങ്കിലും പറയുക, അത് പ്രധാനമാണ്. അത് പ്രധാനമന്ത്രി ഈ രാജ്യത്തെ പല കോണുകളിലും പോകുന്നുണ്ടല്ലോ, അതുപോലെ ഇതിനെ കണ്ടുകൂടെ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സമരത്തിൻ്റെ ഒരു പ്രസക്തിയെ
അതിൻ്റെ നായകനായി നിങ്ങൾ തന്നെ വിശേഷിപ്പിക്കുന്ന ഒരു വ്യക്തിയുടെ സാന്നിധ്യം കൊണ്ട് കൂടുതൽ ശക്തമാക്കാൻ പോകുന്നു എന്ന മട്ടിലുള്ളൊരു പ്രതികരണമാണ് ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അങ്ങ് ഇത്ര നിസ്സംഗത ആ കാര്യത്തിൽ കാട്ടുന്നത് എന്തുകൊണ്ട്? അല്ല, വിശ്വാസികളുടെ പ്രശ്നം BJPയുടെ മാത്രം പ്രശ്നമല്ല, ഈ രാജ്യത്തെ ഹിന്ദുക്കളുടെ മാത്രം പ്രശ്നമല്ല, മുസ്ലിങ്ങളും ക്രൈസ്തവരും അടക്കമുള്ള മുഴുവൻ ജനതയുടെയും പ്രശ്നമാണ്. അവരുടെ വിശ്വാസം സംരക്ഷിക്കപ്പെടണം, അതിനുള്ള പ്രൊട്ടക്ഷൻ ഉണ്ടാവണം. ഇതിൻ്റെ മേൽ കേരള സർക്കാർ കൈകടത്തുന്നു എന്നുള്ളത് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും അവരുടെ ആരാധനാലയങ്ങൾ കൈയടക്കി വെച്ചുകൊണ്ട് ഞങ്ങളാണ് ഇതിൻ്റെ അധികാരികളെന്ന് ധിക്കാരപൂർവ്വം പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന 25-26 വകുപ്പുകളുടെ ഉറപ്പുകളെ പരസ്യമായി ലംഘിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ പരസ്യമായിട്ട് പ്രസ്താവിച്ചത്. അത് കേവലം ഹിന്ദുക്കളുടെ അയ്യപ്പഭക്തന്മാരുടെ നേരെയുള്ള ആക്രമണം മാത്രമല്ല, നാളെ അത് ക്രൈസ്തവർക്കും മുസ്ലിങ്ങൾക്കും ശരി സാർ, ഞാൻ അങ്ങയിലേക്ക് വരാം.